ആദ്യം തന്നെ പറയട്ടെ, ഇയാളൊന്ന് കണ്ടുവെച്ചൊരു കിടിലൻ ട്വിസ്റ്റ് വരാണ്ട് കേട്ടോ. രാത്രി 2 മണിക്കാണ് വീട്ടിലെത്തിയത്. പുലർച്ചെ 5:30 വീണ്ടും ഇറങ്ങുക കേട്ടോ. മറ്റെവിടെയൊക്കെ അല്ല, ഇന്ന് നമുക്ക് പോകാനുള്ളത് വടകരേക്കാണ്. സൈലത്തിൻ്റെ ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട് അവിടെ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ സൈലത്തിലേക്ക് എത്തി. അവിടുത്തെ ക്യാബുമായിട്ടാണ് പോകുന്നത്. ഒന്ന് ഉറങ്ങി നേരത്തിന് വടകര എത്തി കേട്ടോ. നമ്മുടെ സെലിൻ സാർ അവിടെ ഉണ്ട്. ഏകദേശം 9:42 ആയിട്ട് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ. സ്വന്തം നാട്ടിൽ ടൗൺ ഹാളിൽ വെച്ചുകൊണ്ട് ക്ലാസ് എടുക്കാൻ അവസരം കിട്ടിയ അഭിമാനത്തിലാട്ടോ ദിഷ്ണ മിസ്. ചെറിയൊരു ഉദ്ഘാടന പരിപാടിക്ക് ശേഷം ഞാനും ദിഷ്ണ മിസ്സും ക്ലാസ് എടുത്തിട്ടോ. ഈ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു മോള് ഞങ്ങളിവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്നാണ് ഉപ്പാനെയും കൂട്ടിയിട്ട്. ഓൾ +1 പഠിക്കുന്നത്. എന്തായാലും സന്തോഷം. ഈ ഒരു ടീം കുറച്ച് ദൂരത്ത് നിന്ന് നമ്മുടെ ക്ലാസ് കേൾക്കാനായിട്ട് വന്നാട്ടോ. അപ്പോൾ ഇവരുടെയൊക്കെ സ്നേഹം തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അധികം വൈകാതെ തന്നെ ട്രെയിൻ വന്നു കേട്ടോ. 20 മിനിറ്റോടെ ഞങ്ങൾ കോഴിക്കോട് എത്തി. കോഴിക്കോട് നേരെ പോയത് നമ്മുടെ പള്ളിയിലേക്കായിരുന്നു. അവിടെ കുറച്ച് കിടന്നുറങ്ങിയതിന് ശേഷമാണ് നമ്മുടെ ഈ കഥയിലെ ട്വിസ്റ്റ് വരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, അതെ ആ കാര്യം. ഞാനിവിടെ ഒരു വീഡിയോ കാണിക്കാം. അത് ഇദ്ദേഹത്തിൻ്റെ ബ്രദറാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇതാരുടെ ബ്രദർ എന്നല്ല കേട്ടോ, അത് ഇയാൾ തന്നെയാണ്. 134 കിലോ ഉള്ള ആൾ 89 കിലോ ഒക്കെ എങ്ങനെ കുറച്ച് ഐഡിയ ഇല്ല. അത്ഭുതത്തോട് നോക്കി കാണുകയാണ്. എന്തായാലും ഹാറ്റ്സ് ഓഫ് യു മാൻ. അങ്ങനെ ഞാൻ നേരെ ലൈവിലേക്ക് കയറുകയാണ്. അതിനുവേണ്ടി സ്ലൈഡൊക്കെ പ്രിപ്പയർ ചെയ്തു. പിന്നെ നേരെ പള്ളിയിൽ പോയി നോമ്പ് തുറന്നു. നോമ്പ് തുറക്കേണ്ട എന്തായാലും. പിന്നെ വീണ്ടും നമ്മൾ ക്ലാസ് റൂമിലേക്ക് വരികയാണ്. 1.5 മണിക്കൂറോളം ലൈവ് കഴിഞ്ഞ ശേഷം വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ 4th പോയിട്ട് ചെറിയ ഫുഡൊക്കെ കഴിച്ചു. അപ്പോഴാണ് മനസ്സിലായത് കാലിന് പ്രശ്നമുള്ളത്. അപ്പം വൈറ്റമിൻ ഡിൻ്റെ കുറവാണ് ഡോക്ടർ പറഞ്ഞു. അത് വാങ്ങിയിട്ടാണ് പിന്നെ ലൈവിലേക്ക് വരുന്നത്. വീണ്ടും 1 മണിക്കൂർ ലൈവ് എടുത്തിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഏകദേശം സമയം ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റാഫ് റൂമിൽ നോക്കുമ്പോൾ എല്ലാവരും പോയിട്ടുണ്ട്. അവിടെ പ്രത്യേകിച്ച് ആരെയും കാണുന്നില്ല. പിന്നെ ഞാനൊന്നും നോക്കില്ല, വേഗം ചെക്കൗട്ടും ചെയ്ത് നേരെ വീട്ടിലേക്ക്. ഏകദേശം 11:40 ആയിട്ടുണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത്. ബൈ.